ഹലോ ഹായ് അൻസിഫാണ്. അപ്പം നമ്മുടെ ബ്രൈഡ് ടു ബി നിങ്ങൾ എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു. അത് വളരെ ഒരു ചിന്ന പ്രോഗ്രാം ആയിരുന്നു. എന്നാൽ ഇപ്പോൾ അതേ ഒരു വലിയ മറ്റൊരു പ്രോഗ്രാം നടക്കാൻ പോവുകയാണ്, ഹൽദി. അതെ, നമ്മുടെ ഈ ജനറേഷനിലെ തന്നെ ഫസ്റ്റ് ഒക്കേഷനാണ്. ഭയങ്കര എക്സൈറ്റഡ് ആണ്, ഭയങ്കര ഹാപ്പിയാണ്. നമ്മുടെ ഫാമിലി ഫുൾ റീയൂണൈറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഈ പറയുന്ന ഹൽദി. അപ്പം ഭയങ്കര എൻജോയ് ചെയ്ത് നമ്മൾ തകൃതി പൊടിച്ച് മേളമാക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ അതായത് നമ്മുടെ വീടൊക്കെ ഇങ്ങനെ ഫുൾ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നലെ കുറച്ച് ഡെക്കറേഷൻസേ ഉണ്ടായിരുന്നു. ഒന്ന് കാണിച്ചു കൊടുക്കേ. വീടൊക്കെ കുറച്ച് ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞുകൊണ്ട് എൻ്റെ 2 കസിൻസിൻ്റെ വീടും അപ്പുറം ഇപ്പുറമാണ്. ഇതൊരു കസിൻ്റെ വീടും ഇത് മറ്റൊരു കസിൻ്റെ വീടുമാണ്. അപ്പോൾ 2 വീടും ഫുൾ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മളിന്ന് ഹൽദി ആഘോഷിച്ച് അടിച്ച് പൊളിക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ കസിൻസിനെയൊക്കെ കാണിച്ചു തരാം. എൻ്റെ കസിൻ, ഇവിടുത്തെ ബ്രൈഡ് എൻ്റെ കസിനാണ്. ഇനി ഗ്രൂമും കൂടി വരാനുണ്ട്, ഗ്രൂമിൻ്റെ ഫാമിലി വരാനുണ്ട്, ഫ്രണ്ട്സ് വരാനുണ്ട്. അവരൊക്കെ വന്നിട്ടായിരിക്കും നമ്മൾ പ്രോഗ്രാംസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ സ്റ്റേ ട്യൂൺഡ്. അങ്ങനെ ഇതാണ് നമ്മുടെ ബ്രൈഡ് ടു ബിക്ക് ശേഷം അടുത്ത് എവിടെ എന്തോ ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രൈഡിൻ്റെ ഔട്ട്ഫിറ്റ് നോക്കണം. ഔട്ട്ഫിറ്റ് നോക്കട്ടെ എല്ലാം എടി ഇതിനെ കാണുന്നുണ്ടോ? നേരെ കാണുന്നുണ്ടോ? ഇതിൽ കറക്റ്റായ നിൽക്കുക. ഞാൻ ഇതിനെ നേരെ വയ്ക്കാം, അത് ഞാൻ കട്ട് ചെയ്തെടുത്തോളാം. ഓക്കെ, ഇല്ലേ മാറല്ലേ. റുക്സാന, ഫൈസി, നച്ചു, ആരാ വെയിറ്റ് ചെയ്യുന്ന? എടി നച്ചു, പിന്നില്ലേ നമ്മുടെ സേവ് ദ ഡേറ്റ് വീഡിയോയുടെ അല്ലേ, അത് ഇട്ടിട്ടുണ്ടോ ഇന്ന്? അങ്ങനെ നമ്മുടെ ഗ്രൂം വന്നിരിക്കുകയാണ്. ഈ വൈറ്റ് കുർത്ത ഇട്ടതാണ് നമ്മുടെ ഗ്രൂം വന്നു. ഏതാണ്ട് ഒരു 7:30 ആയപ്പോഴാണ് നമ്മൾ ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ ഗ്രൂം ഭയങ്കര ഹാപ്പി ആയിട്ട് വരുവാണ്. നമ്മുടെ ലൈഫിലും ഫസ്റ്റ് ടൈമാണ് ഒരു ഹൽദി പ്രോഗ്രാമിലൊക്കെ ഞാനും അറ്റൻഡ് ചെയ്യുന്നത്. അത് നമ്മുടെ സ്വന്തം കസിൻ്റെ തന്നെ. അപ്പോൾ അതിൻ്റെതായിട്ടുള്ളൊരു ഹാപ്പിനെസ്സും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഗ്രൂം വരുന്നു. ഇനി അവർ 2 പേരും കൂടെ ഇരിക്കുകയാണ് സ്റ്റേജിലോട്ട്. അപ്പോൾ ഇനി ചടങ്ങുകൾ ഓരോന്നായിട്ട് തുടങ്ങണം. അപ്പോൾ കുറച്ചൊന്നും ലാഗുണ്ട്. അപ്പോൾ ചടങ്ങുകളൊക്കെ തന്നെ വളരെ വേഗം സ്റ്റാർട്ട് ചെയ്യാനുള്ള പരിപാടീസിലാണ്. അങ്ങനെ ചടങ്ങുകൾ ഓരോന്നായിട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തുടങ്ങി. അതിനു മുമ്പേ 1-2 ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് എൻ്റെ ക്യാമറയിലോട്ടൊക്കെ നോക്കി ഒന്ന് ചിരിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ. ഓക്കെ, അങ്ങനെ ഫൈനലി അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ ചടങ്ങ് തുടങ്ങുകയാണ് ഗൈസ്. അതെ, അപ്പോൾ അതെ, നമ്മുടെ അത്യാവശ്യം വേണ്ടിയിട്ടുള്ള കുറച്ച് അടുത്ത റിലേറ്റീവ്സ് മാത്രമുള്ളൊരു പ്രോഗ്രാമാണ് ഹൽദി. ഒരുപാട് പേരെ ഒന്നും വിളിച്ചിട്ടില്ല. നമ്മുടെ അടുത്ത റിലേറ്റീവ്സ് മാത്രം, വളരെ അടുത്ത റിലേറ്റീവ്സ് മാത്രമുള്ളൊരു പ്രോഗ്രാംസ് ആണ്. ബ്രൈഡിന്റെ അനിയനാണ് അവിടെ എന്തൊരു പരിപാടി നച്ചുവിന്റെ മാമച്ചി മാമി എന്താ അഭിപ്രായം? അങ്ങനെ ചടങ്ങ് തുടങ്ങാൻ പോവുകയാണ്. നമ്മുടെ ബ്രൈഡിൻ്റെ മദറും ഗ്രൂമിൻ്റെ മദറും എല്ലാവരും കൂടി വന്നിരിക്കുന്നുണ്ട്. ഫസ്റ്റ് നമ്മുടെ ഗ്രൂമിൻ്റെ ഉമ്മച്ചി തന്നെ 2 പേർക്കും മഞ്ഞൾ തേച്ചുകൊണ്ട് നമ്മുടെ ചടങ്ങ് സ്റ്റാർട്ട് ചെയ്യുവാണ്. അതെ, ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ഞാൻ ഇതൊക്കെ കണ്ട് നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് നിറയുന്ന ഭയങ്കര ഹാപ്പിനെസ് ഉണ്ട്. ദെൻ തൊട്ടടുത്ത് ആ ഒരു ഗ്രീൻ സാരിയിലിരിക്കുന്നത് എൻ്റെ ബ്രൈഡിൻ്റെ മദറാണ്, എൻ്റെ അമ്മായിയാണ്, ആൻറ്റിയാണ്. അപ്പോൾ ആ ചടങ്ങെല്ലാം ഇങ്ങനെ നടക്കുവാണ്. അതിനുശേഷം ഫസ്റ്റ് അവരുടെ ചടങ്ങ്, അടുത്തത് നമ്മുടെ ബ്രൈഡിൻ്റെ വാപ്പിച്ചി, അതായത് എൻ്റെ മാമച്ചി വന്നിട്ട് ഉള്ള ചടങ്ങാണ്. അപ്പം ബ്രൈഡിൻ്റെ മദറിൻ്റെ ഫാദറിനെയും കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഗ്രൂമിൻ്റെ മദറിനെ കഴിഞ്ഞു. ഗ്രൂമിൻ്റെ ഫാദർ എത്തിയിട്ടില്ല, കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഓരോരുത്തരായിട്ടുള്ള പരിപാടീസൊക്കെ ചടങ്ങുകൾ വീണ്ടും തുടങ്ങുകയാണ്. കാരണം എല്ലാവർക്കും തേക്കണമല്ലോ, മഞ്ഞൾ തേക്കണമല്ലോ. അപ്പോൾ ഞാനിങ്ങനെ സൈഡിൽ തന്നെ നിൽക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ടുകൊണ്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ മനസ്സ് നിറഞ്ഞു നിൽക്കുവാണ്.